ഹലോ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ഒരു ഡ്രീമിലേക്കുള്ള യാത്രയിലാണ് ട്ടോ. എന്താണ് ഡ്രീം എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഈ കാണുന്നത് ബാംഗ്ലൂർ കെമ്പഗോഡ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. ആക്ച്വലി എയർപോർട്ടിലേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് ക്യാബോ കാറോ ഒന്നും ബുക്ക് ചെയ്ത് വരേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ ബാംഗ്ലൂരിൻ്റെ സിറ്റികളിൽ നിന്നും ടൗണുകളിൽ നിന്നും ബസ് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ വന്നത്. തിരിച്ച് ഇവിടുന്നും എല്ലാ പ്രധാനപ്പെട്ട സിറ്റികളിലൂടെയും ബസ് സർവീസ് ഉണ്ട്. അതുപോലെ മൈസൂരിലേക്ക് വരെ ഇവിടുന്ന് വോൾവോ ബസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ബംഗളൂരു കെമ്പഗോഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യാൻ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോ ഫ്രെയിം സ്പോട്ടുകളുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഡ്രീം എന്താണെന്ന് മനസ്സിലായല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് നടന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ ടെർമിനൽ 1 ബസ് വന്ന് നിർത്തുക. അവിടെയുള്ള ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കോഫി ഷോപ്പും ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്പോട്ട്. ഇപ്പോൾ ഞാൻ ടെർമിനൽ 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്, കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ടുകളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ യാത്ര ഒന്നും ചെയ്തില്ലെങ്കിലും ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് വന്ന് കറങ്ങി തിരിഞ്ഞ് കോഫിയൊക്കെ കുടിച്ച് പോകണമെങ്കിൽ അങ്ങനെയും പോവാം കേട്ടോ. ടെർമിനൽ 1 നിന്ന് ടെർമിനൽ 2 ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ടാവും. അതിൽ നടക്കാൻ പറ്റുന്നവർക്ക് നടന്ന് തന്നെ ആസ്വദിച്ച് അങ്ങനെ പോകാം ടെർമിനൽ 2. അതല്ലാന്നുണ്ടെങ്കിൽ ടെർമിനൽ 1 നിന്ന് ടെർമിനൽ 2 കണക്ട് ചെയ്യുന്ന ബസ്സുകൾ സർവീസ് നടത്തേണ്ടതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബസ്സുകൾ അങ്ങനെ സർവീസ് നടത്തുന്ന ബസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കയറുന്നുണ്ടെങ്കിൽ കയറാം. ജസ്റ്റ് ചെറിയ ചാർജ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഡ്രീം ആയിട്ടുള്ള ആ ഒരു വൈറൽ ടെർമിനൽ 2 ഒരുപാട് വീഡിയോസിലൊക്കെ ഇങ്ങനെ വൈറലായിട്ട് നിന്നൊരു ടെർമിനലാണ് ടെർമിനൽ 2 ബാംഗ്ലൂർ എയർപോർട്ടിൽ. അപ്പോൾ ഇതിലേക്ക് ഞാനിങ്ങനെ നടന്ന് കയറാൻ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു എനിക്ക്. അതിഗംഭീരമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ ടെർമിനൽ 2 ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യത്തെ ചെക്കിങ് കഴിഞ്ഞ് ഞാൻ ഉള്ളിലോട്ട് പ്രവേശിച്ച് ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്നതും ബാക്കിയുള്ള ബാഗേജ് ചെക്കിങ്ങും ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഇതിനുള്ളിലാണ്. അതിനൊക്കെ ഫുൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഗ്രൗണ്ട് സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്നെപ്പോലൊക്കെ പോകുന്ന ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രൗണ്ട് സ്റ്റാഫായിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന ഒരു ലോകോത്തര നിലവാരം എന്ന് പറയുന്നത് നമുക്ക് ഇത് ഇന്ത്യയിലാണെന്ന് തന്നെ സംശയിച്ച് പോകുന്ന തരത്തിലാണ് ഇതിൻ്റെ ഈ ഒരു ഉള്ളിലത്തെ ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത് കേട്ടോ. ഒരു ഏതോ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലത്തെ ഒരു അങ്ങനത്തെ ഒരു എയർപോർട്ട്. അപ്പോൾ എൻ്റെ ബോർഡിംഗ് പാസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ലഗേജ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് അങ്ങനത്തെ ചെക്കിങ്ങുകളൊക്കെ ഒഴിവാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഹാൻഡ് ബാഗ് മാത്രമേ നിങ്ങൾ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ഇനി ഈ ഗേറ്റിലൂടെ അവിടെ ഒരു ചെറിയ സ്കാനിങ്, അതായത് ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്ത് ഇതിനുള്ളിലോട്ട് വീണ്ടും കയറാണ്. ഇനി ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് കൂടിയുണ്ട്. നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ബാഗിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും ഫോണും ചാർജറും ഒക്കെ ഒരു ട്രയലിട്ടിട്ട് വേണം സ്കാൻ ചെയ്യാൻ. അപ്പോൾ ഇതോടെ എല്ലാ സെക്യൂരിറ്റി ചെക്കിങ്ങും ബോർഡിംഗ് പാസും ഒക്കെ കിട്ടി. ഇനി നമ്മളിതിൻ്റെ അടുത്ത ലെവലിലേക്ക്, അതായത് നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലേക്ക് ഫ്ലൈറ്റ് വരുന്ന ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. ഫുള്ളായിട്ട് പച്ചപ്പ് നിറച്ചിട്ടുള്ളൊരു ഏരിയ കേട്ടോ. വെർട്ടിക്കൽ ഗാർഡനും മുകളിലും താഴെയും എവിടെയൊക്കെ ചെടികളും പൂക്കളും വെക്കാൻ പറ്റും അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ നടക്കുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ലക്ഷറി ബ്രാൻഡുകളുടെ ഷോപ്പുകളുള്ള ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു 10,000-15,000 രൂപേൻ്റെ മുതലുകളെ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പം അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതിനകത്തുനിന്ന് എന്ത് കുടിച്ച് കഴിഞ്ഞാലും ഒരു ജ്യൂസിന് വരെ 500 രൂപയാണ് വില. ഞാനെല്ലാം നോക്കിയ ഒരു വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസ് ആണെങ്കിൽ ഒരു കോഫി കുടിക്കാൻ പോലും 200, 300, 500 കൊടുക്കണം. ഇനിയിപ്പോൾ ഇങ്ങനെ പൈസ കൊടുക്കാത്ത ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേറൊരു മാർഗ്ഗമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടന്ന് ഇതേ വഴി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇങ്ങനൊരു ഏരിയ എത്തും. നടുക്ക് ഇങ്ങനെ ഒരു മരങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനൊരു ഏരിയ. ഈ ഏരിയേൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു 080 ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ ഒരു ഷോപ്പ് പോലെ സംഭവം കാണും. ഇതിൻ്റെ മുകളിൽ എയർപോർട്ടിൻ്റെ ലോഞ്ചാണ്. അവിടെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ATM കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആക്സസ് ഉണ്ടാവും. 2 രൂപ മാത്രം കൊടുത്താൽ മതി എന്ത് ഫുഡ് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാം. അത് ചില കാർഡുകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ആക്സസ്. ചില വിസ കാർഡ്, പ്ലാറ്റിനം കാർഡ്, HDFC കാർഡ് ഇങ്ങനെയുള്ള കാർഡുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഫുൾ ബാർ കൗണ്ടറുകൾ, ഒരുപാട് ബാറിൻ്റെ ഷോപ്പുകൾ, ബിയർ, വൈൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിച്ച് അതിനുള്ളിൽ കയറാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ നടന്ന് എയർപോർട്ടിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്ലൈറ്റുകളൊക്കെ വരുന്നതും പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയയാണ്. ഗേറ്റ് തുറക്കുന്നത് വരെ നമുക്ക് വിശ്രമിക്കാനും ചാർജ് ചെയ്യാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതാ എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് അവിടെ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒരു ചെക്കിങ് കൂടിയുണ്ട്. ഈ D10 ഗേറ്റിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. അത് അവിടെ ഒരു ചെറിയൊരു ചെക്കിങ്ങും ബാർകോഡ് സ്കാനിങ്ങും കൂടിയുണ്ട്. അത് കഴിഞ്ഞ് നേരെ താഴോട്ട് ഇറങ്ങി താഴെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ചെക്കിങ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഫൈനൽ ചെക്കിങ്ങും കഴിഞ്ഞ് ഇതാ നേരെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. ഈ ബ്രിഡ്ജ് വഴിയാണ് കയറുന്നത്.
അപ്പോൾ അങ്ങനെ എൻ്റെ ഡ്രീമിലേക്ക് ഞാനിങ്ങനെ നടന്ന് കയറാണ് കേട്ടോ. ഫൈനലായിട്ട് ഇവിടെ ഒരു ബാർകോഡിങ് സ്കാനിങ് കൂടി ഉണ്ട്. നമ്മൾ ബോർഡിംഗ് പാസിലൊരു ബാർകോഡ് ഉണ്ട്. ആ ബാർകോഡ് ഇങ്ങനെ സ്കാൻ ചെയ്താണ് കയറ്റി വിടുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ആ ചെക്കിങ് കൂടി കഴിഞ്ഞ് കയറുകയാണ്. കയറി എൻ്റെ സീറ്റൊക്കെ കണ്ടുപിടിച്ചതാ ഇരിക്കുകയാണ്. വിൻഡോ സീറ്റ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തതായിരുന്നു കേട്ടോ. എക്സിഗോ വഴിയാണ് ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡുകളുടെ മെനു കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് മുടിഞ്ഞ വിലയാണ്, ആവശ്യമുള്ളവർ വാങ്ങുക കേട്ടോ. ഫ്രീ ആയിട്ട് വെള്ളം കിട്ടും. അപ്പോൾ അങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് എല്ലാം സെറ്റായി. അപ്പുറത്ത് കുറച്ച് പേരുണ്ടായിരുന്നു, പൊന്നാനിക്കാരായിട്ടുള്ള ആൾക്കാർ. ഇവളെന്തൊക്കെയോ പറയുന്നുണ്ട്, സേഫ്റ്റീൻ്റെ കാര്യങ്ങളും ഓക്സിജൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ അതൊന്നും കേട്ടില്ല. ഞാൻ പുറത്തേക്ക് നോക്കി ഇത് എപ്പോൾ എടുക്കും, എങ്ങനെ എടുക്കും, എപ്പോൾ പോവും, മൂവ് ചെയ്യുന്ന വീഡിയോ കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അവൾ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. അങ്ങനെ ഫൈനലി എൻ്റെ ആ ഡ്രീം ഇങ്ങനെ സ്വപ്ന പറക്കൽ പറന്നു ഉയരുകയാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 1.5 ലാൻഡിങ് തന്നെ ആയിരുന്നു കേട്ടോ. കൊണ്ടുവന്ന് അങ്ങോട്ട് ഇടുമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ നല്ല ജീവൻ അങ്ങോട്ട് പോയിട്ടോ. ഇവനാണ് നമ്മളെ കൊണ്ടുവന്ന ആൾ. താഴെ നമ്മുടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടെർമിനലിലേക്ക് പോകാനുള്ള ബസ്സാണ്. അതിൽ കയറി നമ്മളെ സേഫായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയ നമ്മുടെ ഫ്ലൈറ്റിനോട് യാത്രയും പറഞ്ഞ് ഒരു ടാറ്റയും കൊടുത്ത് ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്ത് സിസ്റ്റർ കൂട്ടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ എക്സിഗോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന്. എന്നിട്ട് ഫ്ലൈറ്റിന് എപ്പോഴാണ് റേറ്റ് കുറവെന്നൊക്കെ നോക്കിയിട്ട് നേരെ ബുക്ക് ചെയ്യുക, അങ്ങോട്ട് പോകുക. അതൊന്നും ഇങ്ങനെ നോക്കി കാത്ത് വെക്കേണ്ട കാര്യമില്ല. ഫ്ലൈറ്റിനൊക്കെ ഇപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ.